ഹായ്, എൻ്റെ പേര് ജിഷ. സ്വദേശം തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ണുത്തിക്കടുത്ത് നടത്രയിലാണ് താമസം. വീട്ടിൽ ഞാനും ഭർത്താവും 2 കുട്ടികളും ഉണ്ട്. ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിനടുത്തായി. പക്ഷേ വിചാരിച്ച പോലെ വീഡിയോകളൊന്നും അതിലിടാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്ന് മുതൽ എന്തായാലും ഞാൻ വീണ്ടും ഇതിലേക്ക് ഇറങ്ങി നോക്കുകയാണ്. വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം പറ്റുന്നതെന്ന് എനിക്ക് അറിയണില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കും. അപ്പോൾ തുടക്കം തന്നെ ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുത് തുടങ്ങാൻ തന്നെ വിചാരിച്ചു. വന്ന ദിവസം നല്ല തിരക്കായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഉള്ളിലേക്ക് മൊബൈൽ കടത്താം, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പം ഞാൻ അകത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അറിയാണ്ടൊക്കെ അവിടെ ചിലവർ എടുക്കണുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ടും ആൾക്കാരുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് പറയാനായിട്ട്. നല്ല ഫൈൻ അടിക്കുകയും ചെയ്യും കേട്ടോ. ഇവർ പിന്നെ പുറത്തെ ആൾക്കാരായ കാരണം അവർ പറഞ്ഞ് മനസ്സിലാക്കി വിടും. നമ്മൾ ചെന്നിട്ട് മലയാളികൾ ചെന്നിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനിയൊരു മസാല ദോശയും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ കുട്ടികൾ സമ്മതിച്ചില്ല. അവർക്ക് ഹൈലൈറ്റ് മാളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ മാള്. കുട്ടനെല്ലൂർ. നടത്രയും കുട്ടനെല്ലൂരായിട്ട് അധികം ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റൊന്നുമില്ല, 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ശക്തനിൽ നിന്ന് ബസ് കയറി അങ്ങോട്ട് പോവാണ്. ഞാൻ ഓട്ടോറിക്ഷയിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. ഇവർ സമ്മതിക്കുന്നില്ലാന്ന്. ഓട്ടോറിക്ഷയിലൊന്നും പോകണ്ട, ബസ്സിൽ പോയാൽ മതി. ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണ കാശുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വല്ലതും മേടിച്ച് കഴിക്കാമെന്നൊക്കെ ഇവരുടെ ചിന്ത. ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കണ്ടെന്ന്. ബസ്സുകാരാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടനെല്ലൂരാണ് പോകേണ്ടത്. പക്ഷെ ബസ്സുകാർ അവർ പോകണോടത്തേക്ക് ഞങ്ങളെ വിളിക്കണത്. ഇരിഞ്ഞാലക്കുട വായോ പോവാം, പിന്നെ എവിടേക്കാ തൃപ്രയാർ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടേക്ക് ഒന്നല്ല പോകണ്ടേ, ഞങ്ങൾ കുട്ടനെല്ലൂർ ബസ് നോക്കിയിട്ടാണ് ചെന്ന വഴിയാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പടഞ്ഞ് അതിൽ കയറി അങ്ങനെ അവിടേക്ക് എത്തി. മരണപ്പാച്ചിലായിരുന്നു കേട്ടോ ബസ്. നല്ല സ്പീഡിലാണ് പോകണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് മാള്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇവർക്ക് കടകളൊക്കെ നോക്കി നടന്ന് ലുലുവിൻ്റെ ഉള്ളിലൊക്കെ കയറാനായിട്ട് ഇവർക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ മാത്രം, ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ മാത്രം എനിക്കിഷ്ടമുള്ളൂ. അല്ലാണ്ട് വെറുതെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാണ്ട് കിടന്ന് നടക്കാനൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ അവരെ കൂടെ കൂടിയതാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ വായി നോക്കി നിന്ന് പിന്നെ ലുലുവിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ വീഡിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എടുക്കണവരുണ്ട്, ഞങ്ങൾ എടുത്തില്ല. ഇനി അവർ വന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് പോവില്ലേ. അതിൻ്റെ ഇടയിൽ ദൃശ്യം സിനിമ ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടാ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം കിട്ടിയില്ല. വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ ടിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങി. ബിരിയാണിയും ഫ്രൈഡ് റൈസും വാങ്ങി. ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസും. വീട്ടിൽ വന്നു. ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇരുന്ന് കഴിച്ചു. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി തുടർന്നും എൻ്റെ ഐഡിയയിൽ ഞാൻ വല്ല ചമ്മന്തി അരക്കണമെന്നൊക്കെ ആവാം. അങ്ങനെയുള്ളതായാലും ഞാൻ ഓരോ കുഞ്ഞ് വീഡിയോസായിട്ട് എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബൈ.